കേരള വർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ചതിനെതിരെ കുടുംബം. തൃശൂർ ജില്ലാ ജയിൽ അധികൃതർ മണവാളന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വൈരാഗ്യബുദ്ധിയോടെയാണ് ജയിൽ അധികൃതർ പെരുമാറിയതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും കുടുംബം ആരോപിച്ചു. കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും ഇളവുണ്ട്. ഇത് വന്നു കയറി 2 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ ആളുടെ മുടി മുറിക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ ബലമായി പിടിച്ച് മുടി മുറിച്ചു. അങ്ങനെയൊരു അധികാരം ജയിൽ അധികൃതർക്കില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കോടതിയിലും മുഖ്യമന്ത്രിക്കും DGPക്കുമെല്ലാം പരാതി നൽകി. മുടി മുറിച്ചെന്നാണ് പറഞ്ഞത്. പോയി കണ്ടപ്പോൾ മുടി മാത്രമല്ല താടിയും മീശയുമെല്ലാം വെട്ടി. ഉമ്മയ്ക്കും ഉപ്പക്കും പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ രൂപമാറ്റം വരുത്തിയതായിട്ടാണ് തോന്നിയത്. അടുത്ത മാസം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉള്ളതാണെന്നും കല്യാണമുള്ളതാണെന്നും അപേക്ഷ നൽകാമെന്നും അവർ പറഞ്ഞതാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഉപ്പയെയും ഉമ്മയെയും വിവരമറിയിക്കാൻ ഫോൺ തരണമെന്ന് പറഞ്ഞപ്പോൾ ഇതിനുള്ളിൽ നിന്ന് നീ പൂർണ്ണ മാനസിക രോഗിയായിട്ടേ പുറത്തു പോവുകയുള്ളൂവെന്നും മുടി മുറിച്ചു കഴിഞ്ഞാൽ നിന്നെ അങ്ങോട്ടാണ് അയക്കുന്നതെന്നും അവർ പറയുകയും ചെയ്യുകയും ചെയ്തെന്ന് കുടുംബം ആരോപിച്ചു. മണവാളൻ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമ മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടിയാണ് ജയിൽ അധികൃതർ മുറിച്ചത്. ഇതിനു പിന്നാലെ യുവാവിന്റെ മാനസിക നില താളം തെറ്റി. തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2024 ഏപ്രിൽ 19 കേരള വർമ്മ കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഇയാളും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പിന്നാലെ ഒളിവിൽ പോയി. 10 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞു. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി കർണാടകയിലെ കൂർഗിൽ നിന്നാണ് ഷഹീൻ ഷായെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായ ഷഹീൻ ഷാ ജയിൽ കവാടത്തിന് മുന്നിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചിരുന്നു. റീൽസ് പകർത്തുമ്പോൾ ശക്തമായി തിരിച്ചുവരുമെന്ന് ചിരിച്ചുകൊണ്ട് മുഹമ്മദ് ഷഹീൻ ഷാ പറയുന്നുണ്ടായിരുന്നു. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വൈദ്യപരിശോധനയ്ക്കും കോടതിയിലേക്കുമായി കൊണ്ടുപോകുമ്പോഴും പ്രതി മാധ്യമപ്രവർത്തകരെ വിലങ്ങണിയിച്ച് കൈകൾ ഉയർത്തി കാട്ടിയിരുന്നു. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇയാളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ജയിലിന് മുന്നിൽ റീൽസ് ചിത്രീകരിച്ചതിൽ നിരവധി പേരാണ് ഇയാൾക്കെതിരെ തിരിഞ്ഞത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.